ഹായ്, ഞാൻ അരവിന്ദ്. അപ്പൊ ഞാനിന്ന് എത്തിയിരിക്കുന്നത് വേറെ ആരുടെയും കഥയായിട്ടല്ല, എന്റെ സ്വന്തം കഥയായിട്ടാണ്. അതായത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്. അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾ കണ്ടിട്ട് വാന്നേ. ഇതൊന്നും അല്ലാതാ എൻ്റെ ഒരു കഥയുണ്ട്. ഒരു തീപ്പരി എൻ്റെ വകയിലത്തെ ഒരു ചേട്ടനെന്ന് പറയാം. ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ലവ് സ്റ്റോറിയാ. അതായത് അവനാണ് ഒരിടത്ത് ക്രിക്കറ്റ് കളിക്കാൻ പോയി. അവിടെ വെച്ച് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു പെണ്ണിനെ കണ്ട് അവന് ഇഷ്ടമായി. പക്ഷെ പിന്നെ അറിയുന്നത് അവിടുത്തെ ഗുണ്ടയുടെ പെണ്ണാണ്. അതായത് അവിടുത്തെ ഗുണ്ട പ്രേമിക്കുന്ന പകുതി പേര് ലീവാണല്ലോ. ഇരിക്കെ ഇയാളെന്നോട് തന്നെ ഇരിക്കുന്നേ, ഇങ്ങോട്ട് മാറിയിരിക്കേ. Take your numbers. 1 absent 2 3 4 5 absent 6 7 absent 8 absent 9. അരവിന്ദേ, നിന്നോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് നമ്പേഴ്സ് എടുക്കുമ്പോൾ അലമ്പുണ്ടാക്കരുതെന്ന്. ദിസ് വിൽ ബി യുവർ ലാസ്റ്റ് വാണിംഗ്, ഓക്കെ? ചിരിച്ചോണ്ടിരുന്നാൽ മതി. ഓക്കെ, ടേക്ക് യുവർ ബുക്സ്. ഇന്നലെ നമ്മളെവിടാ പഠിപ്പിച്ച് നിർത്തിയത്? അരവിന്ദേ, ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. ഓ, അസാരമില്ലെന്നേ, അതൊക്കെ അങ്ങ് സ്വാഭാവികമായിട്ട് ശരിയായിക്കോളും കേട്ടോ, അറിയേണ്ട. ശരി എന്നാ, ബൈ. എന്നെ പറ്റിയിടാ ഇങ്ങനെ പുറത്ത് നിൽക്കുന്നേ? ഓ, ഇന്ന് വഴക്ക് കിട്ടിയല്ലേ? ഞാനെന്ത് ചെയ്യാനാ സാറേ, എനിക്കാണ് സംസാരിക്കാതിരിക്കാനും പറ്റത്തില്ല. ഒരാളുടെ ലൈഫിലെ പോസിറ്റീവ്സും നെഗറ്റീവ്സും എല്ലാവർക്കും എല്ലാം ഉണ്ടാവും. അതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതല്ലേ. പക്ഷെ നമ്മളുണ്ടല്ലോ, ആ നെഗറ്റീവ്സിനകത്തുനിന്ന് പോസിറ്റീവ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കണം. സാറിന് ഇതൊക്കെ പറയാം, ഇതിൻ്റെ അകത്തുനിന്ന് ഞാനെന്ത് പോസിറ്റീവ് കണ്ടുപിടിക്കാനാണ്? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. കിട്ടൂടാ സ്വാഭാവികമായിട്ടും. ഇനി പക്ഷെ ഞാനിവിടെ നിന്നാലേ പ്രശ്നമാണ്, എനിക്ക് ക്ലാസ് ഉണ്ട്, പോവാട്ടോ. അന്ന് സാറ് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ലെങ്കിലും ഇന്ന് വർഷങ്ങൾ പിന്നിടുമ്പോൾ അത് മനസ്സിലാകുന്നുണ്ട്. അതെ, ഇന്ന് ഞാൻ ലോകം അറിയപ്പെടുന്ന ഒരു ആർജിയാണ്. എൻ്റെ ശബ്ദം കൊണ്ട്, എൻ്റെ സംസാരം കൊണ്ട് ആരാധകരെ സൃഷ്ടിക്കുന്നവൻ. എൻ്റെ നെഗറ്റീവിൽ നിന്നും ഞാൻ കണ്ടുപിടിച്ച പോസിറ്റീവ്. ഗുഡ് മോർണിംഗ്. കേൾക്കുന്നത് എന്ന് സ്വന്തമാണ് റേഡിയോ 90 FM. കൂടെ ഞാൻ അരവിന്ദ് നരസിംഹയാണ്. ഒരു ഡേ എങ്ങനെ തുടങ്ങണം എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായി ഇന്ന് ആ കാഴ്ച കണ്ടത്. രാവിലെ കുറച്ച് നേരത്തെ എണീച്ചു. കണ്ടത് സൂര്യനെ തന്നെ. സൂര്യൻ ഭയങ്കര ഹാപ്പി ആയിട്ട് എന്നെ നോക്കി ചിരിക്കുന്നു. ഞാനും അങ്ങോട്ട് നോക്കി ഒന്ന് ചിരിച്ചു. ഒരുപക്ഷെ ഇന്ന് രാവിലെ ഞാൻ കാണുന്നത് കാർമേഘമോ മഴയോ ആണെന്നെങ്കിൽ എൻ്റെ ദിവസം കുറച്ച് ലേസി ആവാൻ ചാൻസ് ഉണ്ട്. കാരണം വെച്ചാൽ മൂടിയായിരിക്കുന്ന അന്തരീക്ഷത്തിൽ ചിലപ്പോൾ എനിക്ക് ചിരിക്കാൻ സാധിക്കില്ല. ഞാൻ ആ ഒരു ഡേ എങ്ങനെയെങ്കിലും ഉറങ്ങി തീർക്കാനായിരിക്കും ചിന്തിക്കുന്നത്. പക്ഷേ എനിക്കിന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആ കാര്യങ്ങൾ ചെയ്താൽ എൻ്റെ ഡേ കൂടുതൽ ഹാപ്പി ആവും. അങ്ങനെ കൂടുതൽ ഹാപ്പി ആവാൻ നമ്മുടെ ഡേയ്സ് നമ്മൾ തന്നെ തീരുമാനിക്കുക, നമ്മൾ തന്നെ എക്സ്പ്ലോർ ചെയ്യുക.